മെയ് 3-ാം തീയതി നടന്ന നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഇന്ത്യ ഒട്ടാകെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിലാണ്. ഇപ്പം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ സ്റ്റാലിനൊക്കെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നീറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഒരു വലിയ സ്കാമാണ്. ഇത് മൊത്തത്തിൽ നിർത്തലാക്കണം, ഈ ഒരു എക്സാമിനേഷൻ സിസ്റ്റം തന്നെയാണെന്നാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ തലച്ചോറായിട്ടുള്ള മെയിൻ കൾപ്രിറ്റിനെ ഇപ്പം പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റ് പല രീതിയിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രഹേളികയാണ്. ഇതിന്റെ കേരള ബന്ധവുമാണ് നമ്മളെ ഇപ്രാവശ്യം ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ ഈ മുഴുവൻ സംഭവം പുറത്തു വന്നത് കേരളത്തിലുള്ള ഒരു രാജസ്ഥാൻ സ്വദേശിനിയാണെന്ന് തോന്നുന്നു. ഒരു വിദ്യാർത്ഥി രാജസ്ഥാനിലേക്ക് ഒരു മെയിൽ അയക്കുന്നു. അതിൽ കേരളത്തിലെ പ്രചരിച്ചിരുന്ന ഗസ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടേക്ക് അയച്ചു കൊടുക്കുന്നു തൻ്റെ പിതാവ് അവിടെ കോച്ചിങ് സെന്റർ നടത്തുകയാണ്. അപ്പം അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അതിലെ 150 ചോദ്യം 200 ചോദ്യമുള്ള മെയിൻ ഈ JEE പരീക്ഷയുടെ ചോദ്യ പേപ്പറുമായിട്ട് ഒന്നാണ്. ഇതിലെ 150 ചോദ്യം യഥാർത്ഥ പരീക്ഷയിലും ചോദ്യ പേപ്പറിലും ഉണ്ട് എന്നത് കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് അയാള് ശരിക്കും പറഞ്ഞാൽ ലോക്കൽ പോലീസ് ചുരു എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. അവിടെ പോലീസ് കംപ്ലൈന്റ് ചെയ്തെങ്കിലും ലോക്കൽ പോലീസ് അത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് അയാൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇത് മെയിൽ ചെയ്യുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇത് അന്വേഷണ ഏജൻസികൾക്കിടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കേരളത്തിൽ കോഴിക്കോടും പത്തനംതിട്ടയുമാണ് ചോർന്നതെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അത് ഒരു സംശയവുമില്ല. അതായത് സത്യത്തില് ഞാൻ സ്റ്റാലിനോട് സാധാരണ യോജിക്കുന്ന ആളല്ല ഞാനെങ്കിലും ഇപ്രാവശ്യം സ്റ്റാലിൻ പറഞ്ഞതിൽ കഥയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഈ പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുക. കാരണം ഈ 2020 തൊട്ട് പലതവണ ഇത് സംബന്ധിച്ച് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. 2021, 23 ഈ വർഷങ്ങളിലെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആരോപണം വന്നു. 2024 അത് വളരെ ഗുരുതരമായ ആരോപണമായിട്ട് വന്നു. സുപ്രീം കോടതി പക്ഷേ തൽക്കാലം ഈ പരീക്ഷ ക്യാൻസൽ ആക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ 1563 വിദ്യാർത്ഥികൾക്ക് റീ എക്സാം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അർഹതയില്ലാത്ത രീതിയിൽ മാർക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയമാണ്. ഇതൊക്കെ മുമ്പ് തന്നെ ഇതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം CBSEയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ആയിരുന്നു. 15% ഓൾ ഇന്ത്യ സീറ്റുകളെന്ന് എനിക്ക് തോന്നുന്നു ആ പരീക്ഷ എഴുതുന്നവർക്ക് കിട്ടിയിരുന്നത്. പിന്നെ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകം എൻട്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ 2019 ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലേക്ക് ഇതിന്റെ ടെസ്റ്റുകൾ പൂർണ്ണമായിട്ട് മാറുന്നത്. ഇതുവരെയും അവർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ പരീക്ഷ നടത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ കൂടുതൽ ബബ്ബൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിന് വ്യക്തമായ മറുപടി പറയണം. ഈ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡയറക്ടറുടെ തലയിലോട്ട് ഇതെല്ലാം വെച്ചു കൊടുക്കുക മാത്രമല്ല, ഇതെന്താ ഈ അതോറിറ്റിയുടെ മുകളിലാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണിത്. അവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഇത് നമുക്കിപ്പം ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ ഒരു പഴുതും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തില് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ടതാണ്. ശരിക്കും പ്രധാനമന്ത്രി തന്നെ ഉത്തരം പറയേണ്ട ഒരു വിഷയമാണ്. കാരണം അത്ര ഗുരുതരമായ ഒരു വിദ്യാർത്ഥികൾ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെടുത്ത് അവിടെ നാളുകളുടെ ശ്രമം പാഴായി പോകുമ്പോൾ അതെന്താ ഇത്ര നിസ്സാരമായ കാര്യമാണ്? ഇതിനൊരു ഗൗരവം ഇല്ലേ? കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇതിനകത്തിൽ പ്രതിക്കൂട്ടില്ല. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. ഇതിൽ നമ്മൾ പ്രധാനമന്ത്രി ചായ് പേ ചർച്ചകളൊക്കെ ഒരുപാട് നടത്തും, എല്ലാവരെയും ഇൻസ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സുതാര്യതയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ചില വിഷയങ്ങളിൽ നമ്മൾക്ക് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയണം. സത്യത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിമിതിയായിട്ട് ഞാൻ കാണുന്നത്
അവർ ഒരുപാട് കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്രത്തിലെ സർക്കാരിന് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നതിലോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ ഏജൻസികളെ നിയന്ത്രിക്കുന്നതിലോ വിവിധ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിലോ ഒട്ടും വിജയം വരിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പഴയപടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ എവിടെയോ ഒരു അലംഭാവം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന കേന്ദ്ര സർക്കാരിലെ ചില കേന്ദ്രങ്ങളെ ആരൊക്കെയോ സ്വാധീനിച്ചിരിക്കുന്നു. അത് കണ്ടെത്തി അവരെ മാറ്റിയില്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാർ വരും കാലങ്ങളിൽ അവരുടെ ഒരു ദുർബല ഭാഗമാണിത്. അക്കിലസ് ഹീൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ വീക്ക് അണ്ടർബെല്ലി എന്നൊക്കെ പറയും. ആ ഒരു വീക്ക് അണ്ടർബെല്ലിയാണ് ഈ പറയുന്ന രീതിയിലുള്ള ദേശീയ സ്ഥാപനങ്ങളും അതുപോലെ ഏജൻസികളും. ഈ ഇത് നാളുകളായിട്ട്, ഇത് ഒരു ദിവസം കൊണ്ട് വന്ന ഒരു ആരോപണമല്ല, നാളുകളായിട്ട് വന്ന ഒരു ആരോപണമാണ്. ഈ ആരോപണം വളരെ ഗൗരവമാണ്. അതിന് പകരം പരീക്ഷ എഴുതുന്ന ഹാളില് പിള്ളേരെ തലനാരിഴ കീഴ് പരിശോധിക്കുകയും പലപ്പോഴും അനാവശ്യമായിട്ട് പല കുട്ടികൾ ധരിച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനത്തിൽ ക്യാമറ ഉണ്ടെന്ന് ആരോപണം വരുന്നു, ചെരുപ്പിൽ ക്യാമറ ഉണ്ടെന്ന് പറയുന്നു, തലമുടിക്കകത്തേക്ക് ഇനി കുറച്ചുകൂടെ കഴിയുമ്പം പറയും കുട്ടികളെല്ലാം പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ മുട്ടയടിച്ച് പോകണമെന്ന് പറയും, പിന്നെ തുണി കൊടുക്കാതെ പോയി പരീക്ഷ എഴുതണമെന്ന് പറയും. അങ്ങനൊന്നുമല്ല ഇതൊന്നും കണ്ടുപിടിക്കേണ്ടത്. നടത്താൻ പറ്റുന്നില്ലേ വേണ്ടെന്ന് വെക്കുക. നടത്താനുള്ള ഒരു ആർജവവും അതിനുള്ള കർമ്മകുശലതയും ശേഷിയും ഇല്ലെങ്കിൽ ഈ പരീക്ഷ മാറ്റുക, പഴയ കാലത്തെ പോലെ തന്നെ നടക്കട്ടെ. നമ്മളിപ്പം പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വരുമ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഒരു കഴിവ് ഉണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങിത്തിരിക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അതേ തുടരണ്ട. ഇവിടെ പറ്റാത്ത കാര്യം ചെയ്യാൻ പോയിട്ട് പരാജയപ്പെട്ടു. ഇതിൽ ആരാണ് ഇതിലെ യഥാർത്ഥ കുറ്റവാളി? ഇവിടെ ഞാൻ പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലൂടെ പലരും നടത്തിയിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ മാഫിയയാണ്. ഈ എൻട്രൻസ് അല്ലെങ്കിൽ കോച്ചിങ് സ്ഥാപനങ്ങൾ ഇതിലൊരു റോൾ ഉള്ളതായിട്ടാണ് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പ്രഥമ ദൃഷ്ടിയുള്ള തെളിവുകൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ വയ്യ. CBIക്ക് അന്വേഷണം വിട്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് CBI ഈ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യയിൽ ഈ നീറ്റ് എന്ന് പറയുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന് തയ്യാറാവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്നത് എന്താണ്? കാരണം ഇതുവഴിയാണ് ഇപ്പോൾ MBBS, BDS, ആയുഷിന്റെ കോഴ്സസ് ഇതിനൊക്കെയുള്ള അഡ്മിഷൻ ഇതുവഴിയാണ്. അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായാലും സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും ഒക്കെ ഈ ടെസ്റ്റിലെ റാങ്ക് വഴിയാണ് പ്രവേശനം കൊടുക്കുന്നത്. ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ട ഒരു ജോലിയാണ് ഡോക്ടർ ആവുക. ഞാൻ ആ വരികൾ കൃത്യമായിട്ട് മറന്നുപോയി. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്, വൈദ്യം പഠിക്കണം കാശുപത്ത് ഉണ്ടാക്കാൻ എന്നുള്ള ഒരു വരികൾ കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ ചരിത്രപരമായ ഒരു ഒരു സങ്കല്പമാണ് വൈദ്യം പഠിക്കണം, കാശുണ്ടാക്കണമെങ്കിൽ വൈദ്യം പഠിക്കണമെന്നുള്ളത്. കുഞ്ചൻ നമ്പ്യാർ 16-17 നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഇതുണ്ട്. അപ്പം ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഇന്ത്യക്കാരൻ്റെ മെഡിക്കൽ പ്രൊഫഷനോടുള്ള ഒരു അഭിനിവേശം അത് പോസിറ്റീവുമാണ് ചില കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ ഞാൻ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു ആർട്ടിക്കിൾ പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിൽ റോഡിലൂടെ നടന്നാൽ ചിലപ്പോൾ ഇന്ത്യക്കാരെ അങ്ങനെ കണ്ടെന്നിരിക്കത്തില്ല. പക്ഷെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ഇന്ത്യക്കാരൻ ചികിത്സിക്കണ്ട എന്ന് ഏതെങ്കിലും ഒരു വെള്ളക്കാരൻ തീരുമാനിച്ചാൽ അവൻ മരിച്ചു പോകും, ഉറപ്പാണ്. കാരണം അമേരിക്കയുടെ ഡോക്ടർമാരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെ എണ്ണം എടുത്താൽ 1/3 ഇന്ത്യക്കാരാണ്. അത്ര വലിയ പ്രാതിനിധ്യമാണ് ഇന്ത്യക്കാർക്ക്. പലപ്പോഴും അമേരിക്കയുടെ ഏറ്റവും വലിയ എന്താണ് ആ പോസ്റ്റിന്റെ പേരൊക്കെ ഞാൻ മറന്നു, നാഷണൽ സർജനോ ആ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് മെഡിക്കൽ പ്രൊഫഷനോടുള്ള ഒരു വലിയ ആഭിമുഖ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സീനിയർ സത്യസന്ധരായ IAS ഉദ്യോഗസ്ഥന്മാര്, മെഡിക്കൽ രംഗത്തെ പ്രൊഫഷണലുകൾ, അതുപോലെ കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഉടമസ്ഥന്മാര്, ഇവരൊക്കെ സത്യസന്ധരായ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത് പഠിച്ചിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇത് റീഡിസൈൻ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് പറ്റുന്നില്ലെങ്കിൽ പഴയ രീതിയിലെങ്കിലും നടക്കട്ടെ. ആരോപണം ആ, ഇല്ലാതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സത്യസന്ധമായി അത് പിന്നെ കഴിവുകേട് തുറന്നു പറഞ്ഞ് ഈ പരീക്ഷ നിർത്തിവെക്കുക. എന്തായാലും ഈ ഇത്തരം ആരോപണങ്ങൾ നിരന്തരം കേൾക്കുന്ന ഒരു പരീക്ഷ തുടരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ഉം. കാരണം അത്ര ദുഃഖിക്കുന്നുണ്ട് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ. എത്രമാത്രം പരിശ്രമമാണ് നീറ്റിന് ഈ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നടത്തുന്നത്. അത് നമുക്ക് പലപ്പോഴും പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവർ പലരും വലിയ മാനസിക സമ്മർദ്ദത്തിന് വിധേയമാവുന്നു. ഒരു ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ ഇത്ര നാൾ പഠിച്ച എഴുതിയ പരീക്ഷയുടെ ആ ഫലം ഇല്ലാതാകുകയല്ലേ? വീണ്ടും വീണ്ടും അത് ഒന്നേന്ന് തുടങ്ങണം. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വർഷമല്ലല്ലോ ഈ ആരോപണം വന്നത്, തുടർച്ചയായിട്ട് ആരോപണം വരിക. പിന്നെ 2020 എനിക്ക് തോന്നുന്നു അന്ന് കോവിഡ് കാരണം പലതവണ മാറ്റിവെച്ച, അതിപ്പോ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, NDA കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് 2013 തുടങ്ങിയതിന് ശേഷം പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായി. ആദ്യം CBSE ആയിരുന്നു നടത്തിയത്. ആ CBSE പിന്നീട് 2019 NTA എന്ന ഏജൻസിക്ക് ഇത് കൈമാറുന്നത്. അപ്പോ ഇത് പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ കോപ്പി അടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചത് കൊണ്ടോ, പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികളെ പരമാവധി കഷ്ടപ്പെടുത്തിയതുകൊണ്ടോ, അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാതിരുന്നത് കൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ഈ ചോർച്ചയെല്ലാം നടക്കുന്നത് അതിന് പുറത്താണ്. ഈ ചോർച്ച നടക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് തൊട്ട് അതുപോലെ പ്രിന്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇതിലൊരു ഉള്ളിലുള്ള ഒരു ഇൻസൈഡർ ജോബാണ്. ആ ഇൻസൈഡർ ആരാന്ന് കണ്ടുപിടിക്കാതെ അത് പിന്നെ ഒരിക്കലും വെളിയിൽ വരത്തില്ല. അതിൽ വലിയ രാഷ്ട്രീയക്കാരുടെയൊക്കെ പിന്തുണയില്ലാതെ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വെറും ഒരു വ്യക്തിയിലേക്കോ, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ CBI 17 മണിക്കോ ഈ ആരോപണമൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ പൂനെയിൽ നിന്നും ഒരു പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ കേരളത്തിൽ നിന്നും ഈ ഗസ് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച ആ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥിയോ ആയ വ്യക്തിയെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കേരളവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കൂടി ഇതിൽ അന്വേഷിക്കണം. കാരണം എല്ലാ കാര്യങ്ങളിലും 1-ാം നമ്പറാണല്ലോ കേരളം. 1-ാം നമ്പർ കേരളത്തിലെ ഈ പറയുന്ന അട്ടിമറികളുടെ കാര്യത്തിൽ 1-ാം നമ്പർ ആണെന്ന് ഈ നീറ്റ് അട്ടിമറിയിലൂടെ കേരളവും തെളിയിച്ചിരുന്നു. ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ? അതും ഇനി സംശയിക്കണം. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഏജൻസിയെ അപകീർത്തിപ്പെടുത്തിയിട്ട് ഇനി കേന്ദ്ര സർക്കാരിനെതിരെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയതാണോ? പക്ഷെ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് അതിന് കഴിയണം. ഇപ്പൊ അവരുടെ സ്വന്തം നിലനിൽപ്പൂടാണ് ഈ നീറ്റ് എക്സാം നടത്തേണ്ടത്. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ നീറ്റ് എക്സാം തൊട്ട് കേന്ദ്ര സർക്കാരിന്റെ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിലെ സത്യം നെല്ലും പതിരും വേർതിരിച്ച് കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ പറയും. അത് ഒരു വ്യക്തിയെ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഇതിൽ ഗൗരവമില്ല. തീർച്ചയായിട്ടും ഈ വിഷയം കൃത്യമായ അന്വേഷണവും കൃത്യമായ നടപടികളും, ഇനി ഒരിക്കൽ കൂടി ആരോപണം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ, വെറും NTA ഡയറക്ടർ രാജിവെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിനും അപ്പുറത്തുള്ള ബലശാലികൾ ആരാണെന്ന് വെച്ചാൽ അവർ രാജിവെക്കണം. അല്ലെങ്കിൽ ഈ ധാർമ്മികത പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ NTA തന്നെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമല്ലേ? കാരണം ഇത് തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. ഒപ്പം ഒരു റീ എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഒരുപാട് കുട്ടികളുടെ, അതായത് എത്രയോ എക്സാം എഴുതിയ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരു സംഗതി കൂടിയല്ലേ. അപ്പോൾ ഒരു റീ എക്സാമിനേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇല്ല, റീ എക്സാം നടത്താതെ പിന്നെ ഈ നിലവിലുള്ള എക്സാം നടത്തിയാലേ അത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഒരു തെറ്റിനെ വേറെ തെറ്റുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കുന്നത്? ഈ ചോദ്യപേപ്പർ ലീക്ക് ചെയ്ത് പോയിട്ട് അത് കിട്ടിയ മഹാഭാഗ്യവാന്മാര് ആയിട്ടുള്ള ആൾക്കാർ, അവർ ഈ ടെസ്റ്റില് വലിയ മാർക്ക് 720-ൽ 680-ഉം 700-ഉം ഒക്കെ മാർക്ക് വാങ്ങി അവർ പിന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയാലുള്ള സ്ഥിതി എന്താണ്? ആ വലിയ തെറ്റ് ആലോചിക്കുമ്പോൾ ഈ ചെറിയ തെറ്റ് ക്യാൻസൽ ചെയ്ത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ടെസ്റ്റിംഗ് ഏജൻസി വേണോ വേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇത്തരത്തിലാണെങ്കിൽ ഇങ്ങനൊരു ഏജൻസിയുടെ ആവശ്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതാണ് എനിക്ക് ഇത് പറയാനുള്ളത്. സമയപരിമിതി പോലെ നമ്മൾ തൽക്കാലം ചർച്ച അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.